നമസ്കാരം. അമേരിക്കയും ഇറാനുമായുള്ള ആണവ ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 50ഓളം യുദ്ധവിമാനങ്ങളാണ് മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക എത്തിച്ചത്. ഇത് സംബന്ധിച്ച വളരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുള്ളതായിട്ടാണ് പല ഫ്ലൈറ്റ് ട്രാക്കർമാരും വെളിപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇതിൽ തന്നെ F-22, F-35, F-16 തുടങ്ങിയ അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ അടുത്ത നിമിഷം അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും ട്രംപ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസമാകട്ടെ ഇറാനും ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. അമേരിക്ക തങ്ങളെ യുദ്ധക്കപ്പൽ കാണിച്ച് പേടിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കിയത്. പടക്കപ്പലുകൾ വലിയ അപകടകാരികൾ തന്നെയാണ് എങ്കിലും ഈ പടക്കപ്പലുകളെ മുക്കുന്ന തരത്തിലുള്ള മറ്റു ചില സംവിധാനങ്ങൾ അതിനേക്കാൾ അപകടകാരികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അമേരിക്ക പടക്കപ്പലും കൊണ്ട് വന്നാൽ ഞങ്ങൾ അതിനെ മുക്കിക്കളയും എന്ന് തന്നെയായിരുന്നു. അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നാണ് ഖമേനിയും അവകാശപ്പെട്ടത്. വളരെ നാളുകളായി, എത്രയോ വർഷങ്ങളായി അമേരിക്ക ഇറാൻ്റെ ഈ ആണവ പദ്ധതി തകർക്കാനായി ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ വർഷമാണ് ഇറാൻ്റെ ചില ആണവ നിലയങ്ങൾക്ക് നേരെ, ഫോർദോ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത്. ഏതായാലും ഇപ്പോൾ സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചർച്ചയിൽ പുരോഗതി ഉണ്ട് എന്നൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നത് എങ്കിൽ പോലും ഇത് സംബന്ധിച്ച് കൃത്യമായ യാതൊരു വെളിപ്പെടുത്തലുകളും ഇനിയും ഇരു കൂട്ടരും നടത്തിയിട്ടുമില്ല. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ പദ്ധതിയെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ അവർ പരിപാടി ഇട്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവിടെയെല്ലാം വരുന്നൊരു പ്രശ്നം, അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായാൽ പോലും ഇസ്രായേൽ വരെ വെറുതെ വിടില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ വളരെ കടുത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തു വന്നാലും ഇറാൻ ആക്രമിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് അവർ ഇപ്പോഴും തുടരുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള താവളങ്ങൾ ലെബനനിൽ നിരന്തരമായി ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു. കാരണം ഇറാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ആ സമയത്ത് ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകൾ വീണ്ടും ഇറാനെ സഹായിക്കാനായി രംഗത്ത് വരികയും ചെയ്യുകയാണെങ്കിൽ അവരെ മുൻകൂട്ടി തകർത്ത് കളയുക ഒരുപക്ഷെ മൊസാദിൻ്റെ പദ്ധതി തന്നെ ആയിരിക്കാം ഇപ്പോൾ അവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇറാനെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഇറാനും ഇപ്പോൾ തിരിച്ചടിക്കുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റിലെ ആകപ്പാടെ ഒരു ഭീകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം തന്നെ USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടക്കപ്പലും ഇതിനകമ്പടി സേവിക്കുന്ന നിരവധി പടക്കപ്പലുകളുമൊക്കെ തന്നെ ഗൾഫ് മേഖലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി USS ജെറാൾഡ് ഫോർഡ് എന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയൊരു 2 ആഴ്ച സമയമെടുക്കും ഇതിനിങ്ങ് എത്താൻ എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ്റെ തീരത്തിന് സമീപമെത്താൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, വെനിസ്വേലൻ പ്രസിഡന്റ് മഡുറോയെ പിടികൂടാൻ വേണ്ടി അമേരിക്ക സൈനിക നടപടി എടുത്തപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിച്ചത് ഈ കപ്പലിൽ നിന്നാണ് എന്നുള്ളതാണ്. മഡുറോയെ പിടികൂടിയതുപോലെ ഖമേനിയെ അമേരിക്ക പിടികൂടുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. USS ജെറാൾഡ് ഫോർഡിലും USS എബ്രഹാം ലിങ്കണിലും ഒക്കെ തന്നെ നിരവധി പോർവിമാനങ്ങളുണ്ട്. അവയ്ക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഇറാനിൽ മിസൈൽ വർഷം നടത്തി ആ രാജ്യത്തെ തന്നെ തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളതുമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അമേരിക്ക നടത്തുന്ന പടനീക്കം ഒരുപക്ഷെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, അതിന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണോ അവർ ഈ ഒരു സൈനിക നീക്കം നടത്തുന്നതെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 50 യുദ്ധവിമാനങ്ങൾ അമേരിക്ക മേഖലയിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഇറാൻ്റെ മുഴുവൻ ബലവും ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. മാത്രമല്ല, ഇറാനിൽ സമർത്ഥമായുള്ള എണ്ണപ്പാടങ്ങൾ കണ്ണുവെച്ചുകൊണ്ടാണോ അമേരിക്ക ഈ ഒരു നീക്കം നടത്തുന്നതെന്നും പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നതാണ്. ഇറാൻ പറയുന്നത് തങ്ങളെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തങ്ങൾ ആക്രമിക്കുമെന്നാണ്. ഇത് ഒരു പരിധിവരെ അമേരിക്കയെ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് നേരത്തെ പിൻവാങ്ങുന്നതിന് കാരണമായി മാറിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇറാൻ്റെ തീരദേശ മേഖല മൊത്തത്തിൽ ഇപ്പോൾ ആകെ ഭയപ്പാടിലാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ തന്നെ അന്ത്യത്തിന് തുടക്കം കുറിക്കുമോ എന്ന് സ്വാഭാവികമായും പലരും സംശയിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ആയുധ സന്നാഹങ്ങളാണ് അമേരിക്ക ഇതിനകത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപിനെ പോലെ എല്ലാ കാര്യത്തിനും പിടിവാശിയും മുട്ടപ്പോക്കും ഉള്ള ഒരു പ്രസിഡന്റ് അമേരിക്ക ഭരിക്കുമ്പോൾ ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമാകാതെ വന്നാൽ അടുത്ത നിമിഷം ഇറാൻ ആക്രമിക്കാൻ അദ്ദേഹം ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതനുസരിക്കാതെ അവിടുത്തെ സൈന്യത്തിന് മറ്റ് വഴികളില്ല. സമാധാന ചർച്ചകളിലേക്ക് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ജനീവയിൽ നടക്കുന്ന ചർച്ച ഇനിയും തുടരുമെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തവർ വ്യക്തമാക്കിയിട്ടുള്ളത്.